ഇറാൻ അമേരിക്കൻ സംഘർഷം, അതായത് നിങ്ങൾക്കറിയാം എന്താണ് ഇറാനിലുണ്ടായത്. അതിനുശേഷം അമേരിക്കൻ പ്രസിഡന്റ് കൊടുത്ത വാർണിംഗ്, ഗൾഫ് രാജ്യങ്ങളുടെ ഇടപെടലിൽ അമേരിക്കൻ സൈനിക വിന്യാസം പിന്നീടുണ്ടായത്, ഖത്തറിൽ നിന്നും മെയിൻ അമേരിക്കൻ ബേസ് അതിൻ്റെ പേരിൽ അവിടുന്ന് മറ്റുള്ള രഹസ്യ സങ്കേതങ്ങളിലോട്ട് മാറുന്നു. പിന്നീട് പല വാർത്താ മാധ്യമങ്ങളും അമേരിക്കൻ മാധ്യമങ്ങളും പറയുന്നു, അതായത് ഈ ഒരു സന്ദർഭവും സമയവും ആയിട്ടില്ല, അതായത് ട്രംപ് ഉദ്ദേശിക്കുന്ന പോലെ അമേരിക്ക ഇപ്പോൾ അവിടെ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ റിജീം, അതായത് അവിടുത്തെ ഭരണകൂടം മാറാൻ പറ്റുന്ന രീതിയിലായിരിക്കുകയില്ല മുന്നോട്ട് പോകുന്നതിനെ പറ്റിയൊക്കെ പല രീതിയിലുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഈ അമേരിക്കൻ ഡിപ്ലോമസി, അമേരിക്കൻ സ്ട്രാറ്റജിക് അതേപോലെ തന്നെ കോൺഫ്ലിക്റ്റ് അൺപ്രഡിക്റ്റബിൾ ആണ്. കാരണം വെനസ്വേലയിൽ നമ്മളത് കണ്ടതാണ്. കാരണം അവർ ഏകദേശം 1 വർഷത്തോളം എടുത്തിട്ടാണ് ഓരോ മൂവ്മെൻറ്റും നടത്തിയത്. ലോകത്തെ മുഴുവനും ഞെട്ടിച്ചുകൊണ്ടാണ് ഒരു സുപ്രഭാതത്തിൽ ഏകദേശം 1-1.5 മണിക്കൂർ നീണ്ടുനിന്ന ഓപ്പറേഷൻ അവിടുത്തെ നിക്കോളാസ് മഡുറോയെയും ഭാര്യയും തട്ടിക്കൊണ്ടുപോയി. തട്ടിക്കൊണ്ടുപോയി എന്ന വാക്ക് തന്നെയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. പക്ഷെ നമ്മൾ ഇറാനെ പറ്റി പറയുവാണെങ്കിൽ ഇറാൻ റെജീം എന്ന് പറയുന്നത് തകർന്നുപോയി. അതായത് പഴയതിൽ നിന്നും അവർ ഭയങ്കരമായിട്ട് വീക്ക് റെജീമായിട്ട് അങ്ങ് മാറി. ഒന്നാമത് സാമ്പത്തികമായി തകർന്ന ഇറാൻ, രണ്ടാമതായിട്ട് IRGC, അതായത് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് എന്ന് പറയുന്ന അവരുടെ പട്ടാളത്തിനകത്ത് 2 വിഭാഗമുണ്ടായി എന്ന് പല മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇസ്രായേലും പറഞ്ഞിട്ടുണ്ട് ഈ സമയമായിട്ടില്ല, ഇപ്പോൾ ഒരു അറ്റാക്ക് ചെയ്താൽ പെട്ടെന്ന് റെജീമിനെ ചേഞ്ച് ആകും എന്ന രീതിയിലോട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ട് സമയവും സന്ദർഭവും വരട്ടെ, അതിനുശേഷമായിരിക്കണം ഒരു പ്രോപ്പറായിട്ട് അമേരിക്കൻ ഇൻ്റർവെൻഷൻ ഉണ്ടാകേണ്ടത്. അതായത് ഇസ്രായേലിന് ഉറപ്പില്ല അമേരിക്ക ഒരു അറ്റാക്ക് ചെയ്തു കഴിഞ്ഞാൽ അവിടുത്തെ റെജീം, അവിടുത്തെ ഇസ്ലാമിക ഭരണകൂടം മാറാനുള്ള സാധ്യതയുണ്ട്. കാരണം അതിൻ്റെ പോസിബിൾ ഓപ്ഷനാണ്. കാരണം അത് മാറിയില്ല എങ്കിൽ അമേരിക്ക അവിടെ പോയി ബോംബ് ചെയ്തുകൊണ്ടോ അതേപോലെ മിസൈൽ ഇട്ടുകൊണ്ട് ഈ പറയുന്ന കാര്യങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അത് കൂടുതൽ വഷളാകും എന്നുള്ള ധാരണയിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും നമുക്ക് നോക്കാം ഏതൊക്കെ രീതിയിലായിരിക്കും അമേരിക്ക അതേപോലെ ഇസ്രായേലും മറ്റുള്ള രാജ്യങ്ങളും ഈ ഇറാനിയൻ ഭരണകൂടത്തിനെതിരെയുള്ള ഓപ്ഷൻസ് ഏതൊക്കെ രീതിയിലായിരിക്കും ഉപയോഗിക്കുന്നത്. മനസ്സിലാക്കുക, ഇന്നത്തെ ഇറാൻ്റെ അകത്ത് ഏറ്റവും വലിയ പ്രശ്നം അവിടെയുള്ള ബഹുഭൂരിപക്ഷവും, അതായത് 95% വരുന്ന ജനങ്ങളും ആ ഭരണകൂടത്തിനെതിരെയാണ്. ഏകദേശം 12,000-ഓളം പേര് കൊല്ലപ്പെട്ടു എന്നാണ് പറയുന്നത്. അതായത് വരാനുള്ള ദിവസങ്ങളിൽ ഈ കൊല്ലപ്പെട്ടവരും മരണപ്പെട്ടവരും അവിടെ എക്സിക്യൂഷൻ അങ്ങനെയുള്ള പരിപാടികളൊക്കെ നടക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒരു കാര്യം ഞാൻ പറയാം, അവിടെയുള്ള ജനങ്ങളും അവിടെയുള്ള പട്ടാളക്കാരും പൂർണ്ണമായിട്ടും ഇറാൻ ഭരണകൂടത്തിനെതിരെയാകും. ഇങ്ങനെ എതിരെയായി കഴിഞ്ഞാൽ, ഈ പൂർണ്ണമായിട്ട് എതിരായി കഴിഞ്ഞാൽ പിന്നെ ആ രാജ്യത്തിന് ഫർദറായിട്ട് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, അവിടെ സ്ഥിരമായിട്ട് ഇറാൻ ഭരണകൂടത്തിൻ്റെ പല ആൾക്കാരെ പലയിടത്തും വെച്ച് പല ബോംബ് ബ്ലാസ്റ്റും വെടിവെച്ചും കൊന്നും അവിടെ ശിഥിലീകരണ സംഭവം അണ്ടർ കവർ ഓപ്പറേഷൻ വളരെ കൃത്യമായിട്ട് ഗെയിം അങ്ങ് കളിക്കും. അതിൻ്റെ കാരണം എന്താ? കാരണം ജനങ്ങൾ മുഴുവനും എതിരാണ്. അതേപോലെ തന്നെ പല പ്രവിശ്യകളും, അതായത് കർഡിഷ് എന്ന് പറയുന്ന സംഭവമുണ്ട്, അവരുടെ ഒരു മിലിഷ്യ ഗ്രൂപ്പ് തന്നെയുണ്ട്. അതേപോലെ തന്നെ ഇറാനിലുള്ള ഈ ഗവൺമെന്റിനെ എതിർക്കുന്ന വലിയൊരു കൂട്ടം ആൾക്കാരുണ്ട്. ഇവർക്കെല്ലാം ട്രെയിനിങ് കൊടുത്ത്, അതായത് ഇറാഖിൽ കൊണ്ട് ട്രെയിനിങ് കൊടുത്ത് ഇവരെ തിരിച്ചിങ്ങോട്ട് വിടും. അതായത് പല ഓപ്ഷൻസാണ് അമേരിക്കയുടെ മുമ്പിലും ഈ പല രാജ്യങ്ങളുടെ മുമ്പിലും വന്നിരിക്കുന്നത്. പിന്നെ ഇസ്രായേലിൻ്റെ സ്പൈ ഓപ്പറേഷനുണ്ട്, അണ്ടർ കവർ ഓപ്പറേഷനുണ്ട്. ഇതെല്ലാം കൂടെ ക്ലംബ് ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇറാനിയൻ ഭരണകൂടത്തിന് ഫർദർ പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല. ഇതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഘടകം. അതായത് പൂർണ്ണമായിട്ടും ആ ജനങ്ങളും പട്ടാളത്തിൽ സ്പ്ലിറ്റ് ഉണ്ടാകുകയും ആ ഭരണകൂടവുമായിട്ട് അടുപ്പമുള്ളവർക്ക് മാത്രം നിൽക്കുന്ന രീതിയിൽ വരുമ്പോൾ ബഹുഭൂരിപക്ഷം ജനങ്ങളും എതിരാകുകയും ചെയ്യുമ്പോൾ പിന്നീട് ഇറാനിയൻ ഭരണകൂടം നിൽക്കാനുള്ള ബുദ്ധിമുട്ട് പ്രയാസമാണ്. അതിൻ്റെയാണ് അവിടെ സ്ലോഗൻ്റെ അകത്ത് പറഞ്ഞിരുന്നത് ഖമൈനി ഡത്ത്, ഇസ്ലാം ഡത്ത് എന്ന രീതിയിലുള്ള മുദ്രാവാക്യം വരുമ്പോഴേ നിങ്ങൾ ശ്രദ്ധിച്ചോണം.
ആ രാജ്യത്ത് വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഉണ്ടാകാൻ പോകുന്ന പൊല്ലാപ്പെന്ന് പറയുന്നത് ആ ഭരണകൂടത്തെ നാശമാക്കി കളയും. അവിടുത്തെ പട്ടാളവും പോലീസും അഡ്മിനിസ്ട്രേഷൻ മുഴുവൻ അവർക്കെതിരാകും. അതായത് പൂർണ്ണമായിട്ടും ജനങ്ങളെതിരാകും. കാരണം 30% ഇപ്പോൾ പട്ടിണിയിലാണ്, മറ്റുള്ളവർ കൂടെ പട്ടിണിയിലോട്ട് പോകുന്നു. അതായത് അവിടുത്തെ എക്കോണമി റിജുവിനേറ്റ് ചെയ്യാനുള്ള ഒരു വഴിയും കാണുന്നില്ല. പൂർണ്ണമായിട്ട് സാങ്ഷനും പരിപാടികളും മറ്റുള്ള രീതിയിൽ അതിന് മുന്നോട്ട് പോവുകയാണ്. ഒരു രാജ്യം, അതായത് ചൈന പോലും അവരെ ഹെൽപ്പ് ചെയ്യാൻ മടി കാണിക്കും. എന്തുകൊണ്ട് ചൈന മടി കാണിക്കും? അതായത് മറ്റുള്ള അറബ് രാജ്യങ്ങൾ ചൈനയെ എതിർക്കും. അതാണ് ഗ്ലോബൽ പ്രഷർ എന്ന് പറയുന്നത്. അപ്പോൾ ചൈനയുടെ മുമ്പിൽ മറ്റുള്ള അറബ് രാജ്യങ്ങൾ എതിർക്കുമ്പോൾ ചൈനയ്ക്ക് ഇതേപോലെയുള്ള സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല. എന്തുകൊണ്ട് റഷ്യക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല? റഷ്യ ഉക്രൈനുമായിട്ട് എൻഗേജ്ഡ് ആണ്. അതായത് വല്ലാത്തൊരു സ്ഥിതിവിശേഷം ഇറാനിലുണ്ടാകി ഭരണകൂടം തെറിക്കുന്ന രീതിയിൽ അവിടെ അതിനകത്ത് തന്നെ മറ്റുള്ള ഡൊമസ്റ്റിക് ഇഷ്യൂസ് ഓരോന്നായിട്ട് സ്പൊറാഡിക്കായിട്ട് വരികയും ചെയ്തു കഴിഞ്ഞ് പിന്നീട് നിൽക്കാൻ പാടാണ്. കാരണം ഉറപ്പായിട്ടും ഇസ്രായേലി ഓപ്പറേഷൻ നമ്മുടെ വളരെയധികം ഉരുവപ്പെട്ട ജനങ്ങളുടെ അകത്തോട്ടെല്ലാം പെനട്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ പട്ടാളത്തെ സ്പ്ലിറ്റ് ചെയ്യുക, അത് എങ്ങനെയാണ് വെനസ്വേലൻ പട്ടാളത്തെ എങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്ത് മാറ്റുകയും അതിനുശേഷം ഈ നിക്കോളാസ് മഡറോ അയാളുടെ സെക്യൂരിറ്റിക്കായിട്ട് ക്യൂബയിൽ നിന്നാണ് പട്ടാളക്കാരെ കൊണ്ടുവന്നത്. അപ്പം അതേപോലൊരു സ്ഥിതിവിശേഷം ഇറാനിലുണ്ടായിക്കഴിഞ്ഞാൽ ആ ഗവൺമെൻറ്റിനാണെങ്കിലും ആ ഭരണകൂടത്തിനാണെങ്കിലും ഇസ്ലാമിക ഭരണകൂടത്തിന് നിൽക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് അവിടെയുള്ള ജനങ്ങളെ മുഴുവനും ഇസ്ലാമിക ഷിയ റെജീമിനും അവരുടെ പള്ളികൾക്കും അതിൻ്റെ മത പുരോഹിതന്മാർക്കും എതിരായി മാറി. ഒരു കാര്യം പറയാം, വ്യക്തമായ കണക്കാണ്. ഏകദേശം 50,000 മുതൽ 60,000 വരെ ഇറാനിലെ മോസ്കുകൾ അടച്ചുപൂട്ടി. കാരണം ആൾക്കാരില്ല, കാരണം ആൾക്കാർക്ക് വിശ്വാസം നഷ്ടപ്പെട്ടു. അപ്പം ഈ ഫർദർ ഉണ്ടാകാൻ പോകുന്ന സന്ദർഭത്തിൽ ഇതേപോലെ മോസ്കുമായി ബന്ധപ്പെട്ട ക്ലർജീസിനെ വല്ല റോഡിലൊക്കെ വെച്ച് ഒറ്റയ്ക്ക് കിട്ടുവാണെങ്കിൽ ആളുകൾ കൈകാര്യം ചെയ്യും. അതായത് റെജീമിനെതിരെ ആയിരിക്കും മുഴുവൻ. അതായത് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റ്, ഷിയ റെജീമിലുള്ള ക്ലർജീസിന് അവരുടെ റിലീജിയസ് ആയിട്ടുള്ള വസ്ത്രം ഇട്ടുകൊണ്ട് ഇറാനിൽ കൂടെ നടക്കാൻ പറ്റാത്ത സ്ഥിതി ഉണ്ടാകും. അപ്പം ഇതാണ് ഓരോ പടിപടിയായിട്ട് വരികയും അവസാനം ഇത് പൊട്ടിത്തെറിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഇറാനിയൻ ഭരണകൂടം തീർന്നു പോകും. ഇതവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഓപ്ഷൻ ഇതായിരിക്കും അവർ ഉപയോഗിക്കുന്നത്. ഈ അമേരിക്കയാണെങ്കിലും മറ്റുള്ള രാജ്യങ്ങൾ ഇതാണ് അവർ നോക്കുന്നത്. പിന്നെ അമേരിക്കയെ കൊടുത്തിരിക്കുന്ന ഉറപ്പെന്ന് പറയുന്നത് അവർ ന്യൂക്ലിയറുമായിട്ട് ബന്ധപ്പെട്ട ഡീൽസ് സംസാരിക്കാൻ തയ്യാറാണ്. നേരത്തെ അവർ തയ്യാറല്ലായിരുന്നു. അതേപോലെ എക്സിക്യൂഷൻ നടത്തുകയില്ല എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ഗവൺമെൻറ്റുമായിട്ട് അമേരിക്കയായിട്ട് ഈ ടോക്സ് നടത്തുന്ന സമയത്ത് ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കണമെന്ന് പറയും. ഈ പല തടവിലാക്കിയിട്ടുള്ള ആൾക്കാരെ റിലീസ് ചെയ്യാൻ പറയും. അതായത് ടോക്സ് ഫർദർ പോവുകയാണെങ്കിൽ, കാരണം ഒരു ടോക്സിൽ കൂടെ അല്ലാതെ ഇറാന് കൃത്യമായിട്ട് അറിയാം അമേരിക്കയുമായിട്ട് ഈ ഫർദർ ഇതേപോലെ ഉടക്കി പോവുകയാണെങ്കിൽ ആ രാജ്യം ഈ പറയുന്ന ഭരണകൂടം ഈ ഷിയ ഭരണകൂടം എന്നേക്കും നിലച്ചു പോകും. അപ്പം ആ ഒരു മുൾമുനയിൽ നിൽക്കുന്ന സമയത്ത് വീണ്ടും ഇറാനിയൻ ഭരണകൂടം ഏത് രീതിയിലാണ് പ്രതികരിക്കുന്നത് അതിനെ ബേസ് ചെയ്തായിരിക്കും കാര്യങ്ങൾ പോകുന്നത്. ഒരു കാര്യം കൂടെ പറയാം, പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ അടുത്ത സമയത്തൊന്നും ഇറാനിയൻ ഭരണകൂടം അമേരിക്കക്കെതിരെ വലിയ കടുത്ത രീതിയിലുള്ള വാക്കുകളൊന്നും ഉപയോഗിക്കുന്നില്ല. കാരണം അവർക്ക് ഭയമാണ് ശരിക്കും. അതായത് ഇസ്രായേലിനെയും ഭയമാണ്, അമേരിക്കയും ഭയമാണ്. അവരുടെ കയ്യിലിരിക്കുന്ന വെപ്പൺ വെച്ച് സാറ്റിസ്ഫാക്ടറി ആയ രീതിയിൽ അവർക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റില്ല എന്നും അറിയാം. മുഴുവനും പടക്കമായിരുന്നു എന്നുള്ളതും ഇറാനിയൻ ജനതയ്ക്കും അവിടുത്തെ പട്ടാളത്തിൻ്റെ അഡ്മിനിസ്ട്രേഷനും ലോകത്തിനും ബോധ്യം. അതായത് ഇറാന് ഫർദറായിട്ട് പോകാൻ കഴിയില്ല. ഇതെല്ലാം കൂടെ ഫർദർ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇറാനിയൻ ഭരണകൂടം ഒരു 6-7 മാസം പിടിച്ചു നിൽക്കാൻ സാധിക്കും. അതിനു മുമ്പ് തന്നെ മറ്റുള്ള അറബ് രാജ്യങ്ങൾ ഇവരുടെ മുകളിൽ പ്രഷർ ചെയ്തിട്ട് ഭരണകൂടം ഏതെങ്കിലും ഒരു രാജ്യത്തോട്ട് മാറിപ്പോകാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല.